ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ പുള്ളുപാടം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ ഒരു താമരപ്പാടമുണ്ട്. കിലോമീറ്ററുകൾ പരന്ന് കിടക്കുന്ന, വെള്ളം കയറി കിടക്കുന്ന, അതായത് മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന കോൽപ്പാടങ്ങളാണ്. തൃശ്ശൂർ ജില്ലയുടെ നെറ്റിയിലെ തിലകക്കുറി എന്ന് വിശേഷിപ്പിക്കാവുന്ന പാടശേഖരങ്ങളാണ് ഞങ്ങളിന്ന് കാണാൻ പോകുന്നത്. മനോഹരമായ പാടശേഖരങ്ങളാണ്. റോഡിൻ്റെ രണ്ട് വശങ്ങളിലും വെള്ളം കയറി നിറഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളാണിത്. ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നിറയെ പച്ചപ്പ്, റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ പച്ചപ്പാണ്. പുല്ലുകളും മരങ്ങളും കൊണ്ട് നിറയെ പച്ച പിടിച്ച് മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. ഈ റോഡ് തന്നെ കാണുമ്പോൾ നല്ല മനോഹരമാണ്. ഇതിൻ്റെ രണ്ട് വശങ്ങളിലും വെള്ളം കയറി കിടക്കുന്ന കോൽപ്പാടങ്ങളാണ്. ഈ പാടശേഖരങ്ങൾ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. രണ്ട് സൈഡിലും പരന്ന് കിടക്കുകയാണ്. ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ പാടശേഖരങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ ഒരു താമരപ്പാടമുണ്ട്. അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കത്ത ദൂരത്തോളം വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഞ്ചാരികൾ ഒരുപാട് വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. സഞ്ചാരികളെ ഹഠാത് ആകർഷിക്കുന്ന ഈ പാടശേഖരം അതീവ മനോഹരമാണ്. ഈ പാടശേഖരങ്ങളുടെ പല ഭാഗത്തും വഞ്ചിയിൽ ആളുകളെ, സഞ്ചാരികളെ കൊണ്ട് നടന്ന് കാണിക്കുന്നുണ്ട്. കൊട്ടവഞ്ചിയുണ്ട്, സാധാ വഞ്ചിയുണ്ട്. ടിക്കറ്റ് വെച്ചിട്ടാണ്. എന്നിരുന്നാലും നമുക്ക് ആവശ്യാനുസരണം ഇതിൽ ചുറ്റി നടന്ന് കാണാൻ സാധിക്കും. മനോഹരമായ പുള്ളുപാടമാണിത്. ഇത് നിറയെ താമരയാണ്. പക്ഷേ അതിൻ്റെ ഒരു പോർഷനിൽ മാത്രമാണ് വഞ്ചി ഇറക്കുന്നുള്ളൂ. ബാക്കി ഭാഗം നിറയെ താമര മുട്ടിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ ബാക്കി ഭാഗത്തേക്ക് വഞ്ചി ഇറക്കുന്നില്ല. ഇതെല്ലാം താമരപ്പാടാണ്. നിറയെ താമരയാണ്. വഞ്ചിയിൽ ആളുകൾ സഞ്ചരിക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്കിതിൽ നിന്ന് താമരയുടെ മുട്ടൊക്കെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുകയാണ് ഈ പാടശേഖരങ്ങൾ. അസ്തമയം ആയതുകൊണ്ട് തന്നെ പ്രകാശം കുറഞ്ഞു തുടങ്ങി. അസ്തമയ സൂര്യൻ്റെ മനോഹാരിത നമുക്ക് ഈ പാടശേഖരങ്ങളിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. നല്ല മന്ദമാരുതം തഴുകി കടന്നു പോകുന്നുണ്ട്. കൂടാതെ ഇതിനടുത്തൊരു കള്ള് ഷാപ്പുണ്ട്. നല്ല നാടൻ അന്തിക്കള്ള് കിട്ടുന്ന കള്ള് ഷാപ്പാണ്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഷാപ്പിലെ ഫുഡ് അവിടെ കിട്ടും. നല്ല എരിവുള്ള ഭക്ഷണം, ഷാപ്പിലെ കറികളും കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ധാരാളം ആളുകൾ അവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ സഞ്ചാരികൾ തന്നെ അവിടെ ധാരാളം ആളുകൾ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കള്ള് ഷാപ്പിൽ നല്ല തിരക്കാണ്. അങ്ങനെ പുള്ളുപാടം കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. മടക്കയാത്രയിൽ കിലോമീറ്ററുകളോളം ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും പരന്ന് കിടക്കുന്ന, വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായ കാഴ്ച തന്നെയാണ്.
ഞങ്ങൾ ഒരിക്കലെങ്കിലും തൃശ്ശൂർ ജില്ലയിലുള്ളവരാണെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ വരുന്നവരാണെങ്കിലും ഒരിക്കലെങ്കിലും ഈ പാടശേഖരങ്ങളും ഈ താമരപ്പാടവും പോയി കാണാൻ മടിക്കരുത്. മനോഹരമായ പാടശേഖരങ്ങൾ കണ്ടുകൊണ്ട് ഉള്ള മടക്കയാത്രയിലാണ് ഞങ്ങൾ. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ പാടശേഖരങ്ങൾ നമുക്ക് കാണാൻ നല്ല മനോഹരമാണ്. രണ്ട് സൈഡും പുല്ല് നിറഞ്ഞു നിൽക്കുന്ന ഈ റോഡിൽ കൂടെയുള്ള ഈ യാത്ര അത് അതീവ മനോഹരമാണ്. ധാരാളം സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത്